بسم الله الرحمن الرحيم ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وهامان وقارون فقالوا ساحر كذاب فلما جاءهم بالحق من عندنا قالوا اقتلوا أبناء الذين آمنوا معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال قالوا اقتلوا أبناء الذين آمنوا معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1629 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 23 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وهامان وقارون فقالوا ساحر كذاب فلما جاءهم بالحق من عندنا قالوا اقتلوا أبناء الذين آمنوا معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 23 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തെ തിരസ്കരിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്ത സത്യനിഷേധികളെ കേൾപ്പിക്കുന്ന വിധത്തിലാണ് ചില ചരിത്ര പാഠങ്ങൾ അല്ലാഹു സൂറത്തുൽ ഗാഫിറിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് പരാമർശിക്കുന്നത്. ഭൂമിയിലൂടെ അവര് സഞ്ചരിക്കുകയുണ്ടായില്ലേ, ഇവർക്ക് മുമ്പുള്ള സത്യനിഷേധത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ആളുകൾ ഏറ്റുവാങ്ങിയ പരിണതി എന്തായിരുന്നു, അവരുടെ അന്തിമമായി അവരുടെ നേട്ടം ആയിട്ട് അവർക്കുണ്ടായിരുന്നത് എന്തായിരുന്നു എന്നത് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇവരെക്കാളൊക്കെ കരുത്തുള്ളവരും ഭൂമുഖത്ത് വലിയ അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കിക്കൊണ്ട് കടന്നുപോയവരുമായിരുന്നു അവര്. എന്നാൽ അല്ലാഹു അവരെ പിടികൂടിയപ്പോ, അവരുടെ അക്രമം കാരണമായി അല്ലെങ്കിൽ അവരുടെ പാപകർമ്മങ്ങൾ കാരണമായി അവരെ പിടികൂടിയപ്പോ അവരെ അല്ലാഹുവിന്റെ നടപടിയിൽ നിന്ന് തടഞ്ഞു നിർത്താനോ സംരക്ഷിക്കാനോ ഒരാളും ഉണ്ടായിരുന്നില്ല. ദൂതന്മാർ അവരുടെ അടുക്കലേക്ക് വ്യക്തമായ തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ ആയിട്ട് വന്ന ഘട്ടത്തിൽ നിർലജ്ജം അവയെ ആ ദൂതന്മാരെ തള്ളിക്കളയുകയും ദൃഷ്ടാന്തങ്ങളെ അവഗണിക്കുകയും ചെയ്ത ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുകയുണ്ടായത്. അത് കാരണമായിട്ടാണ് അല്ലാഹു അവരെ പിടികൂടുകയുണ്ടായത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള അക്രമികളെ പിടികൂടുവാനും
അവർക്കെതിരിൽ നടപടികൾ സ്വീകരിക്കുവാനും കരുത്തുള്ളവനും ശക്തമായ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാൻ സാധിക്കുന്നവനുമാണ് അള്ളാഹു എന്നുകൂടിയാണ് അള്ളാഹുവോട് വ്യക്തമാക്കുകയുണ്ടായത്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഭാഗത്തെ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള ആശയമാണ് ഞാൻ നിങ്ങളെ സംഗ്രഹിച്ച് കേൾപ്പിച്ചിട്ടുള്ളത്. അതിനെ തുടർന്ന് ചരിത്രത്തിൽ നിന്ന് ഇത്തരം അനുഭവങ്ങളുടെ ചില ഉദാഹരണങ്ങൾ അള്ളാഹു നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ ഖുർആന്റെ സാകല്യത്തിൽ പരിശോധിച്ചാൽ ഇത്തരം ചരിത്ര പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന സംഭവങ്ങൾ വിവരിക്കുമ്പോൾ മിക്കപ്പോഴും അള്ളാഹു ഉയർത്തി കാണിക്കാറുള്ളത് മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രമാണ്. ഒരുപക്ഷെ മാനവ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദൈവധിക്കാരിയായി, സ്വേച്ഛാധിപതിയായി, ഏകാധിപതിയായി വാണരുളുകയുണ്ടായ ഒരു ചരിത്ര കഥാപാത്രമാണ് ഫിറഔൻ. ഫിറഔന്റെ അടുക്കലേക്ക് ദൈവിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നിയോഗിച്ചയക്കപ്പെട്ട ദൈവിക പ്രവാചകനായിരുന്നു മൂസ അലൈഹിസ്സലാം. ഇന്നഹു ത്വഗ എന്ന വിവരണം നടത്തിക്കൊണ്ട് അവൻ താഗൂത്തായി മാറിയിരിക്കുന്നു, ധിക്കാരിയായി മാറിയിരിക്കുന്നു, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവൻ, അള്ളാഹുവിന്റെ സ്ഥാനത്ത് തന്നെ അനുസരിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോളം ധിക്കാരം തലക്ക് പിടിച്ച, അഹങ്കാരം തലക്ക് പിടിച്ച ഒരാളായി മാറിയിരിക്കുന്നു അയാൾ എന്ന വിധത്തിൽ വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നത് ഫിറഔനെ കുറിച്ചാണ്. ഫിറഔനോട് ചേർത്ത് വെക്കാവുന്ന സ്വഭാവപരമായ പ്രത്യേകതകൾ കാണിച്ച പലരും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട വിധത്തിൽ, ഏറ്റവും ശ്രദ്ധ പതിയേണ്ട വിധത്തിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പരാമർശിക്കുന്നത് ഫിറഔനെ കുറിച്ചാണ് എന്നത് കാണാൻ കഴിയും. വലഖദ് അർസൽനാ ബി ആയാതിന വലഖദ് അർസൽനാ മൂസ ബി ആയാതിന വസുൽത്താനിൻ മുബീൻ. മൂസ അലൈഹിസ്സലാമിനെ നിശ്ചയമായിട്ടും നാം നിയോഗിച്ചയക്കുകയുണ്ടായി. ബി ആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായിട്ടാണ്. ദൈവിക ദൃഷ്ടാന്തങ്ങൾ, ആയത്ത് എന്ന് പറഞ്ഞാൽ തെളിവ്, പ്രമാണം, അതുപോലെ ഒരു ദൈവിക പ്രതിഭാസം എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണുള്ളത്. മൂസ അലൈഹിസ്സലാം ആ കാലഘട്ടത്തിൽ ഏറ്റവും ധിക്കാരിയായ, സമഗ്രാധിപതിയായി നിലകൊണ്ടിരുന്ന ഭരണാധിപന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അവനെ കേൾപ്പിക്കാനുള്ള ആശയം അവന്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആ കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് ആവശ്യമായ പിൻബലമായി കാണിക്കാവുന്ന തെളിവുകളാണ് ഈ ആയാത്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. മൂസ അലൈഹിസ്സലാമിന്റെ അടുക്കൽ മൂസ അലൈഹിസ്സലാമിനെ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി, നമ്മുടെ സൂക്തങ്ങളുമായി, അല്ലെങ്കിൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി, ആയത്തുകളുമായി അയക്കുകയുണ്ടായി. അപ്പൊ സുൽത്താനിൻ മുബീൻ, അതുപോലെ തന്നെ ഒരു അധികാരപത്രം എന്ന് ചിലരൊക്കെ വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു പ്രയോഗമാണിത്, സുൽത്താനും മുബീൻ. ഏറ്റവും കൂടുതൽ അധികാരം കൈയാളിയിരുന്ന ഒരാളുടെ അടുക്കലേക്ക് കയറി വരാനോ അയാളോട് നേർക്കുനേരെ നിന്ന് സംസാരിക്കാനോ ധൈര്യപ്പെടുന്നവർ സമൂഹത്തിൽ വളരെ കുറവായിരിക്കും. അത്രയും വലിയ സമഗ്രാധിപതിയായിട്ടാണ് അയാൾ നിലകൊള്ളുന്നുണ്ടായിരുന്നത്. അയാളുടെ മുന്നിലേക്ക് കടന്നു ചെന്ന് കാര്യം പറയാൻ
അതിന് എന്ത് അധികാരമാണ് തനിക്കുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ അങ്ങനെ ഒരു ചോദ്യം ആ ചുറ്റുപാടിൽ, ആ അന്തരീക്ഷത്തിൽ അനുഭവപ്പെടുകയാണെങ്കിൽ അതിന് ആ അഡ്രസ് ചെയ്യപ്പെടുന്ന ആൾക്ക് ബോധ്യപ്പെടുന്ന ഒരു അധികാരപത്രം എന്ന് പറഞ്ഞാൽ താൻ ആരാണ്, എന്താണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ചില സാക്ഷ്യങ്ങൾ, അതുമായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുണ്ടായിരുന്നത്. വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഫിറൗന്റെ അടുക്കലേക്ക് മൂസ അലൈഹി ഇസ്ലാം കടന്നു ചെല്ലുമ്പോൾ, ഫിറൗനുമായുള്ള വാഗ്വാദം നടക്കുമ്പോൾ, ഫിറൗനുമായി ആശയവിനിമയം നിർവഹിക്കപ്പെടുന്ന ഘട്ടത്തില് അതിന് പിൻബലമായിട്ട് ഉയർത്തി കാണിക്കപ്പെട്ട പലതുണ്ട്. അവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വടി തറയിലിട്ടപ്പോൾ അത് ഒരു അത്യുഗ്രൻ സർപ്പമായി മാറിയതും, അദ്ദേഹത്തിന്റെ വലത് കൈ കക്ഷത്ത് വെച്ചപ്പോ അത് വെട്ടിത്തിളങ്ങുന്ന ഒരു സൂര്യനെ പോലെ അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തെ പോലെയൊക്കെ വെട്ടിത്തിളങ്ങുന്ന ഒരു കാഴ്ചയായിട്ട് മാറുകയും ചെയ്ത രണ്ട് സംഗതികൾ. ഇത് മാത്രമല്ല, 9 ദൃഷ്ടാന്തങ്ങൾ മൂസ അലൈഹിസ്സലാം ജനങ്ങളെ കാണിക്കുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അപ്പോ നമ്മളെ പിന്നിട്ട സൂറത്തുകളിൽ അതിന്റെ വിശദാംശങ്ങൾ പലതും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ അത് സംക്ഷിപ്തമായിട്ട് അള്ളാഹു വിവരിക്കുകയാണ്. കാരണം ഇവിടെ വിഷയം മക്കയിലെ ആളുകളെ അവരുടെ ധിക്കാരത്തെക്കുറിച്ചും അവരുടെ ധാർഷ്ട്യത്തെക്കുറിച്ചും അവരുടെ സത്യനിഷേധ നിലപാടുകളെ കുറിച്ചൊക്കെ ഒന്ന് സെൻസിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. മൂസ അലൈഹി ഇസ്ലാമും ഫിറൗനും ഒന്നും അല്ല ഇവിടെ വിഷയം. മക്കയിൽ അഭിസംബോധിതരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആന്റെ അനുവാചകരായ ആ നിഷേധ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ ആ പശ്ചാത്തലത്തിൽ അവര് ഏത് സരണിയിലാണ് നിലകൊള്ളുന്നത്? ചരിത്രത്തിലെ 2 പ്രധാനമായ ചേരികൾ കാണാൻ കഴിയല്ലോ, 2 പക്ഷങ്ങൾ. ഇവയില് ഏത് പക്ഷത്താണ് മക്കയിലെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രമാണിമാരും അവരെ പിന്തുണച്ചിരുന്നവരും ഒക്കെ ഉണ്ടായിരുന്നത് എന്നത് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഭൂമിയിൽ ഇവരാരും സഞ്ചരിക്കുകയുണ്ടായില്ലേ, ഇവരെ പോലെ മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ എന്ത് ആക്ഷേപത്താണ് ഏറ്റുവാങ്ങുകയുണ്ടായത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിനുള്ള ഒരു ഉദാഹരണമായിട്ട് മൂസ അലൈഹി ഇസ്ലാമിന്റെ സംഭവബഹുലമായ ചരിത്രത്തിലേക്ക് അള്ളാഹു ശ്രദ്ധ കൊണ്ടുപോകുന്നു. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ഏറെ വിവരിക്കപ്പെട്ടിരിക്കുന്നത് മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര ഭാഗമാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. വളരെയേറെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ട പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ചരിത്ര ഭാഗമാണത് എന്നതുകൊണ്ടായിരിക്കണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിന് ഏറ്റവും ഏറെ കാര്യങ്ങൾ താരതമ്യം ചെയ്ത് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതിന് വേണ്ടിയാവണം മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ഇത്രയും വിശദാംശങ്ങളോടുകൂടി വിശുദ്ധ ഖുർആനിൽ ധാരാളം സൂറത്തുകളിലായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്ര വിശദാംശങ്ങള് സൂറത്തുൽ ബഖറയില്, സൂറത്തുൽ മാഇദയില്, സൂറത്തുൽ അറാഫില്, സൂറത്ത് യൂനുസില്, സൂറ ഹൂദില്, ഇബ്രാഹിം, അൽ ഇസ്രാ, മറിയം, ത്വാഹ, അൽ മുഅ്മിനൂൻ, അതുപോലെ സൂറത്ത് ശുഅറാ, സൂറത്ത് നംല്, അൽ ഖസസ്, അൽ അഹ്സാബ്, അസ്സാഫാത്ത് തുടങ്ങിയിട്ടുള്ള സൂറത്തുകളിൽ ഒക്കെ പല ഭാഗങ്ങളും പല വിശദാംശങ്ങളോടും കൂടി വിവരിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇത്രയും ഏറെ സന്ദർഭങ്ങളിൽ വിശുദ്ധ ഖുർആൻ മൂസ അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള
ചരിത്ര വിവരണങ്ങൾ നൽകുന്നത് അവ അത്രയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യവുമായി ബന്ധമുള്ളതുകൊണ്ടും അദ്ദേഹത്തിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമൂഹത്തിന് പിൽക്കാലത്ത് വളരെയേറെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ സാധ്യത ഉള്ളതുകൊണ്ടുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ അള്ളാഹു അത് ചുരുക്കി പറയുന്നത് വലഖദ് അർസൽനാ മൂസാ ബി ആയാതിനാ വസുൽത്താനിൻ മുബീൻ. നിശ്ചയമായിട്ടും മൂസായെ നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങളും അദ്ദേഹത്തെ അള്ളാഹുവിന്റെ പ്രവാചകനായി നിയോഗിച്ചത് ബോധ്യപ്പെടുത്തുന്ന തെളിമയുള്ള പിൻബലവുമായിട്ട് അയക്കുകയുണ്ടായി, അധികാരപത്രവുമായിട്ട് അയക്കുകയുണ്ടായി. സുൽത്താനും മുബീൻ എന്നതിന് അങ്ങനെയും പറയാം. അദ്ദേഹം ആരാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ചില തെളിവുകളുമായി, ചില പ്രമാണങ്ങളുമായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചയക്കുന്നത്. മുട്ടുവിറയ്ക്കാതെ കടന്നു ചെല്ലാൻ ആളുകൾ ധൈര്യപ്പെട്ടിരുന്നില്ലാത്ത ഒരു അധികാര സാമ്രാട്ടിന്റെ കേന്ദ്രത്തിലേക്കും ആസ്ഥാനത്തിലേക്കുമാണ് മൂസ അലൈഹി ഇസ്ലാം കയറി ചെല്ലേണ്ടത്. അതിന് അദ്ദേഹത്തിന് കരുത്ത് പകരുന്ന, അദ്ദേഹത്തെ കേൾക്കുന്നവരെ കാര്യം ബോധ്യപ്പെടുത്താൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ചില പ്രമാണങ്ങളും ചില പിൻബലങ്ങളുമായിട്ടാണ് മൂസ അലൈഹി ഇസ്ലാം കടന്നു ചെല്ലുന്നത്. എന്നിട്ട് ആരുടെ അടുക്കിലേക്കാണ് എന്നാണ് തുടർന്ന് പറയുന്നത്. വലഖദ് അർസൽനാ മൂസാ ബി ആയാതിനാ വസുൽത്താനിൻ മുബീൻ ഇലാ ഫിർഔന വഹാമാന വഖാറൂൻ. 3 ചരിത്ര കഥാപാത്രങ്ങളെയാണ് അള്ളാഹു പരാമർശിക്കുന്നത്. ഈ 3 പേരുടെയും അടുക്കിലേക്കായിട്ടാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും പ്രമാണങ്ങളുമായിട്ട് പറഞ്ഞേക്കുകയുണ്ടായത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആരുടെ അടുക്കിലേക്കാണ്? ഇലാ ഫിറൗന വഹാമാന വഖാറൂൻ. ഫിറൗൻ, ഹാമാൻ, ഖാറൂൻ, ഈ 3 ചരിത്ര കഥാപാത്രങ്ങളും ഒരേ കാലഘട്ടത്തില് പൗരാണിക ഈജിപ്തില് ജീവിച്ചിരുന്നവരാണ്. വിശുദ്ധ ഖുർആനിൽ ഇവരെ ഒരുമിച്ചും വ്യത്യസ്ത സന്ദർഭങ്ങളിലായിട്ടും പലതവണ ആവർത്തിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഫിറൗൻ ഈജിപ്തിലെ വലിയ പാരമ്പര്യം അവകാശപ്പെടുന്ന ഭരണാധികാരിയായിരുന്നു. ഇപ്പൊ നമ്മൾ ഇറാന്റെ രാഷ്ട്രീയ സ്ഥിരതയെ തകിടം മറിച്ചുകൊണ്ട് അവിടെ പഴയ പഹ്ലവി കുടുംബത്തിലെ നിഷ്കാസിതനായ ഭരണാധികാരിയുടെ മകൻ റിസ പഹ്ലവിയെ തിരികെ കൊണ്ടുവരുന്ന ഒരു ശ്രമം നമ്മൾ കാണുന്നുണ്ട്. അന്തർദേശീയ രാഷ്ട്രീയത്തില് അങ്ങനെയുള്ള ചില ചരടുവലികളൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 2000-ലേറെ വർഷങ്ങളുടെ പാരമ്പര്യം, അധികാര പാരമ്പര്യമൊക്കെ അവകാശപ്പെടുന്ന ഒരു കുടുംബമാണ് ഈ ഇറാനിലെ ഈ ചക്രവർത്തി അല്ലെങ്കിൽ അയാളുടെ പിന്മുറക്കാരൊക്കെ. ഇവിടെ ഫിറോവിന്റെ കാര്യത്തില് പൗരാണിക ഈജിപ്തില് ദീർഘമായ കാലത്തെ അധികാരം കൈയാളിയിരുന്ന ഒരു ഡിനസ്റ്റിയാണ് ഫിറോവൻ എന്നത്. റംസീസ് ദ സെക്കൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന റംസീസ് 2-ാമൻ എന്ന രാജാവാണ് മൂസ അലൈഹിസ്സലാമിന്റെ ദൗത്യ നിർവഹണ ഘട്ടത്തില് ഈജിപ്തില് ഭരണം കൈയാളിയിരുന്ന ഫിറോവൻ എന്നാണ് ചരിത്രം വെളിപ്പെടുത്തുന്നത്. അപ്പോ ഈ ഫിറോവിന്റെ അടുക്കിലേക്ക് മൂസ അലൈഹിസ്സലാം കുട്ടിക്കാലം കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടിയ ഘട്ടത്തില് ഭരണം നടത്തിയിരുന്നത് റംസീസ് 2-ാമന്റെ അച്ഛനായിരുന്നു എന്ന് ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മൂസ അലൈഹിസ്സലാം പ്രവാസം കഴിഞ്ഞ് തിരികെ എത്തുമ്പോ ആ കുട്ടിക്കാലത്ത് ആരോടൊപ്പമാണോ മൂസ അലൈഹിസ്സലാം കൊട്ടാരത്തില് ആരുടെ അധികാര കാലഘട്ടത്തിലാണോ ഉണ്ടായിരുന്നത്, അയാളുടെ പിന്മുറക്കാരനായി രംഗത്ത് വന്ന അയാളുടെ മകൻ റാംസീസ് 2-ാമൻ ആണ് അന്ന് ഫിറോവിനായിട്ട്. ഫിറോവിൻ ഒരു അധികാര പേരാണ്, ഒരു സ്ഥാനപ്പേരാണ്. സാമൂതിരി എന്നൊക്കെ പറയുന്ന പോലെ, ജമോറി എന്ന് പറയുന്ന പോലെയുള്ള ഒരു
പേരാണ്, ഒരു ടൈറ്റിലാണ് ഈ ഫിറൗൻ എന്നത്. ഇറാനിലെ ഷായും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ ഫിറൗന്റെ അടുക്കിലേക്കും അതുപോലെ ഹാമാനിന്റെയും അതുപോലെ ഖാറൂന്റെയും അടുക്കിലേക്കായിട്ടാണ് അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിനെ അയക്കുകയുണ്ടായത്. ഈ 3 പേരെയും ചരിത്ര കഥാപാത്രങ്ങൾ എന്ന നിലക്ക് ശ്രദ്ധാപൂർവം വിശദാംശങ്ങളോടുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. ഈ 3 കഥാപാത്രങ്ങളും നമ്മൾ പലപ്പോഴും നേരത്തെ പരാമർശിച്ചിട്ട് ഉള്ളത് കൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോ ആവർത്തിക്കുന്നതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ചുരുക്കി പറയാം, ഫിറൗനാണ് അന്ന് ഈജിപ്റ്റ് പ്രദേശങ്ങളുടെ അധിപനായിട്ട്, ചക്രവർത്തിയായിട്ട് വാണുകൊണ്ടിരുന്നത്. ഹാമാൻ ഫിറൗന്റെ വലങ്കൈയായിട്ട് നിലക്കൊണ്ടിരുന്ന, ഫിറൗന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ട എല്ലാ പിന്തുണയും നൽകിയിരുന്ന, അയാളുടെ അധികാരം താങ്ങി നിർത്തുന്നതിനും അയാളുടെ ഗൂഢപദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ഒക്കെ വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്തിരുന്ന പ്രമുഖനായ ഒരാളാണ്. അതുപോലെ ഹാറൂൻ യഥാർത്ഥത്തില് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട് അയാള് മൂസ അലൈഹി ഇസ്ലാമിന്റെ സമുദായത്തിൽ പെട്ടവനായിരുന്നു എന്ന്. മിൻ ഖൗമി മൂസ എന്ന് ഖാറൂനെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്. ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ ഒരംഗമായിരുന്നു ഖാറൂൻ. പക്ഷെ ഖാറൂന് വലിയ സമ്പൽ സമൃദ്ധി അള്ളാഹു നൽകിയിരുന്നു. താക്കോൽ കൂട്ടങ്ങളുടെ ഉടമയായിരുന്നു. വലിയ സമ്പത്തും നിധി കുംഭങ്ങളും ഒക്കെ വെച്ചിരുന്ന ഇടങ്ങളുടെ, സൂക്ഷിപ്പ് കേന്ദ്രങ്ങളുടെ താക്കോൽ കൂട്ടങ്ങളുമായിട്ടാണ് ഈ ചരിത്രത്തില് ഹാറൂനെ നമ്മൾ കാണുന്നത്. അപ്പൊ അത്രയും വലിയ സമ്പത്തിന്റെയും അതുപോലെ ധനത്തിന്റെയും ഒക്കെ ഉടമയായിരുന്ന ആളാണ് ഹാറൂൻ. നമ്മളൊരു ക്യാപിറ്റലിസ്റ്റ് എന്ന പദത്തിനൊരു ഉദാഹരണം കാണാൻ ചരിത്രത്തിൽ പരതിയാൽ എടുത്തു കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു എളുപ്പമുള്ള ഒരു ഉദാഹരണമാണ് ഹാറൂൻ എന്നത്. സമ്പൽ സമൃദ്ധി കാരണമായിട്ട് വലിയ ധിക്കാരം കാണിക്കുന്ന ആളായി മാറുകയും സ്വന്തം സമുദായത്തിന്റെ അവസ്ഥയെ പോലും മറന്നുകൊണ്ട് ഈ ധിക്കാരിയായ ഭരണാധികാരിയുടെ ഓരം ചേർന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച ആളാണ് ഹാറൂൻ. ഫിറൗൻ ബനൂ ഇസ്രായേൽ സമൂഹത്തെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ അടിച്ചമർത്തുകയും അടിമകളാക്കി വെക്കുകയും അവരിലെ ആൺമക്കളെ കൊന്നൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഫിറൗനെ പിന്തുണച്ചുകൊണ്ട്, അയാൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് തന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയുണ്ടായ ഒരാളാണ് ഹാറൂൻ. ഇതൊക്കെ നമുക്ക് വലിയ മാതൃകകളായിട്ട് മുന്നില് പലപ്പോഴും ചില സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ചില ബിംബങ്ങളാണ്. ആ നിലക്ക് ഇവയെ കാണാൻ പറ്റും. മുസ്ലിം സമുദായം നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. കൂടെയും കുറേയൊക്കെ ചെയ്യുന്ന വിധത്തിലാണെങ്കിലും വൽക്കരിക്കപ്പെടുന്ന, അതുപോലെ അധികാരസ്ഥന്മാരുടെ സകല ദ്രോഹങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്ന, ഫാഷിസത്തിന്റെ സകല ഭാരവും പേറേണ്ടി വരുന്ന അവസ്ഥ സമുദായത്തിന് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അവകാശ നിഷേധങ്ങളുടെ, അതുപോലെ പൗരത്വ നിഷേധത്തിന്റെ, അതുപോലെ സ്വത്വം നിലനിർത്തുന്നതിന് വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നതിന്റെ, അങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികളും, അതിനപ്പുറത്തേക്ക് ജീവൻ സംരക്ഷിക്കാൻ തന്നെ പലപ്പോഴും വെല്ലുവിളി നേരിടുന്നത് ഈ സമുദായം പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് നമ്മൾ നിരന്തരം കണ്ടും അറിഞ്ഞും വായിച്ചും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ലിഞ്ചിങ് എന്നതൊരു പക്ഷേ ഈ മുസ്ലിം സമുദായത്തിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് പലപ്പോഴും എന്ന് തോന്നിപ്പോകും.
ആ വിധത്തില് അതിക്രമങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം സമുദായം. അങ്ങനെയുള്ളപ്പോ അധികാരസ്ഥന്മാരോട് ഒട്ടി നിൽക്കുകയും അവരോട് ചേർന്ന് നിന്നാലാണ് തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങള് സംരക്ഷിക്കാൻ പറ്റുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകള് മുസ്ലിം സമുദായത്തിലും കാണും. ഞാൻ ആരെയും പ്രത്യേകിച്ച് പറയല്ല. സാമ്പത്തിക താല്പര്യങ്ങള് നമ്മുടെ ഉയർച്ചയ്ക്കുള്ള അവസരങ്ങളും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ അധികാരസ്ഥന്മാരുടെയും ഈ സമഗ്രാധിപതികളായിക്കൊണ്ട് ജനങ്ങളെ അടക്കി വാണുകൊണ്ടിരിക്കുന്ന ആളുകളെയും പിന്തുണക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കുക എന്നത് പലപ്പോഴും ക്യാപിറ്റലിസ്റ്റുകളുടെ ഒരു സ്വഭാവമാണ്. അവര് സാധാരണ ജനങ്ങളുടെ പ്രയാസങ്ങൾ കാണാൻ സന്നദ്ധരാവുന്നില്ല. തങ്ങളുടെ നിലപാട് കാരണമായിട്ട് തങ്ങളുടെ സമൂഹം തന്നെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നുണ്ട് എന്നതിനെ ഗൗരവത്തോടു കൂടി അവർ ഉൾക്കൊള്ളുന്നില്ല. ഇതൊക്കെയാണ് അവരുടെ നിലപാട്. ഇവിടെ ഖാറൂന്റെയും ചരിത്രം നമുക്ക് അങ്ങനെയുള്ള ഒരു സംഗതിയാണ് എന്നത് കാണാൻ വിശുദ്ധ ഖുർആന്റെ വിവരണങ്ങൾ തന്നെ ധാരാളം മതി. അപ്പോ മൂസ അലൈഹി ഇസ്ലാമിന്റെ സമുദായമായ ബനു ഇസ്രായേലിൽ പെട്ട ഒരാളായിരുന്നു ഖാറൂൻ. അയാള് പക്ഷെ വളരെ സമ്പന്നനായിരുന്നു. അയാളുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ കാരണത്താൽ അയാള് ഫിറൗന്റെ അക്രമമർദ്ദന ഭരണത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അയാളോട് അരികെ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടായിരുന്നു സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഫിറൗൻ ആണ് ഈജിപ്തിലെ ചക്രവർത്തി ആ ഘട്ടത്തിലേതെന്ന് ഞാൻ സൂചിപ്പിച്ചു. അയാൾക്ക് വേണ്ട എല്ലാവിധ സാങ്കേതിക പിന്തുണയും അല്ലെങ്കിൽ നിർമ്മാണപരമായിട്ടൊക്കെ വേണ്ടിവരുന്ന സഹായവും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അയാളോടൊപ്പം നിലകൊണ്ട ഈ അക്രമിയായ ഭരണാധികാരിയോട് ഒട്ടി നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ആളാണ് ഹാമാൻ എന്ന്. ഇങ്ങനെ 3 ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു കൂടെ പറയുന്നത്. മൂസ അലൈഹി ഇസ്ലാമിനെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളും വ്യക്തമായ പ്രമാണവുമായിട്ട് നാം ഫിറൗന്റെയും ഹാമാന്റെയും ഖാറൂന്റെയും അടുക്കലേക്ക് നിയോഗിച്ചയക്കുകയുണ്ടായി എന്ന്. ആ ഘട്ടത്തിൽ മൂസ അലൈഹി ഇസ്ലാം വരുന്നത് കണ്ട പാടെ തന്നെ ഈ ആളുകൾക്ക് മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഒരു ധാരണയുണ്ട്. മൂസ അലൈഹി ഇസ്ലാം വരുന്നത് ഒരു ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നത് ഇതിനകം ഊഹിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. അങ്ങനെ പല കഥകളും മൂസ അലൈഹി ഇസ്ലാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈജിപ്തില് പ്രചാരത്തിലുണ്ടായിരുന്നു എന്നതും അതിനാൽ തന്റെ അന്തകനായിട്ട് രംഗത്ത് വരാൻ ഇടയുള്ള കുഞ്ഞ് വളർന്നു വരാൻ അവസരം ലഭിക്കരുത് എന്ന വിധത്തില് ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറക്കുന്ന ആൺമക്കളെയൊക്കെ കൊന്നൊടുക്കുക എന്നത് ഒരു നയമായിട്ട് തന്നെ പിന്തുടർന്നു വരികയായിരുന്നു ഫിറൗൻ എന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മൂസ അലൈഹി ഇസ്ലാം ഈ 3 അധികായന്മാരുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ആ ഘട്ടത്തില് അദ്ദേഹം കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇവര് 2 ആക്ഷേപങ്ങളാണ് അദ്ദേഹത്തിന്റെ നേരെ തൊടുത്തുവിടുന്നത്. ഫഖാലു, അവര് ഒന്നിച്ചോ അല്ലെങ്കിൽ അവര് വെവ്വേറെയായിട്ടോ പറഞ്ഞ കാര്യം ഇതാണ്: സാഹിറുൻ, ഖദ്ദാബുൻ. 2 ആക്ഷേപങ്ങളാണ്. സാഹിർ എന്ന് പറഞ്ഞാൽ ആഭിചാരക്കാരൻ, ജാലവിദ്യയിലൂടെ ജനങ്ങളെ വഞ്ചിതരാക്കുന്ന ഒരു കൺകെട്ട് വിദ്യ കാണിക്കുന്ന ആള്, അതാണ് സാഹിർ. ഖദ്ദാബ് എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവൻ. കളവ്, നാവ് കൊണ്ട് കളവ് പറയുക എന്നതിന് അപ്പുറത്തേക്ക് വലിയ അർത്ഥസാധ്യതകൾ അതിനുണ്ട്. കള്ളം എന്ന് അല്ലെങ്കിൽ മിഥ്യയായ ഒരു പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന ഒരാള്, തെറ്റായ ജീവിത സരണി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന ആള്, ഹക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ലാത്ത കാര്യങ്ങൾ
ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരാള് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഈ സംഗതി ഇവിടെ പറയുന്നത്. അപ്പൊ രണ്ട് ആക്ഷേപങ്ങളാണ് ഇവര് 3 പേരും മൂസാ അലൈഹി ഇസ്ലാമിനെതിരിൽ ചൊരിയുന്നത്. ഒന്ന് സാഹിർ, രണ്ടാമത്തത് കദ്ദാബ്, ആഭിചാരകൻ, അതുപോലെ കള്ളം പറയുന്നവൻ, വ്യാജ ആശയവുമായിട്ട്, മിഥ്യ ആശയവുമായിട്ട് കടന്നു വരുന്ന ആൾ. ഈ നിലക്കാണ് ഇത്. നമുക്ക് നമ്മളുടെ ഭാഷയിൽ അതിന് യോജിച്ച പ്രയോഗങ്ങളൊക്കെ പറ്റും. പെരുങ്കള്ളനോ അല്ലെങ്കിൽ അതുപോലെയുള്ള പദങ്ങളൊക്കെ. അറബിയില് സാഹിറും കസാബും ഈ 2 പദങ്ങളാണ് മൂസാ അലൈഹി ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നത്. ഫലമ്മ ജാഅഹും ബിൽ ഹഖ്, അങ്ങനെ അദ്ദേഹം യഥാർത്ഥത്തിൽ അവരുടെ അടുക്കലേക്ക് ദൈവികമായ സത്യവുമായിട്ടാണ് കടന്നു വന്നത്. അങ്ങനെ അദ്ദേഹം ആ സത്യവുമായിട്ട് അവരുടെ അടുക്കലേക്ക് കടന്നു വന്നപ്പോ ബിൽ ഹഖ് മിൻ ഇൻദിന, നമ്മുടെ അടുക്കൽ നിന്നുള്ള സത്യമാണ് എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയ അന്യൂനമായ ദൈവികമായ സത്യദർശനവുമായിട്ടാണ് മൂസാ അലൈഹി ഇസ്ലാം അവരുടെ അടുക്കലേക്ക് വന്നത്. അങ്ങനെ വന്നപ്പോ ഖാലു, അവരാദ്യം ഈ ആക്ഷേപം ഉന്നയിച്ചു. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഉഖ്തുലു അബ്നാ അല്ലദീന ആമനു മഅഹു വസ്തഹിയു നിസാഅഹു. ഇവരോടൊപ്പം അല്ലെങ്കിൽ മൂസായോടൊപ്പം വിശ്വാസം ഉൾക്കൊണ്ട് നിലകൊള്ളുന്നവരുടെ മക്കളെ, ആൺമക്കളെ കൊന്നൊടുക്കുക. വസ്തഹിയു നിസാഅഹു, അവരിലെ പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടുകയും ചെയ്യുക. ഇതാണ് ഒരു നിർദ്ദേശം എന്ന നിലക്ക് തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്കായിട്ട് ഫിറഔനും ഹാമാനും ഹാറൂനുമൊക്കെ നൽകുകയുണ്ടായത് എന്നാണ് ഖുർആൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഖാലു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫിറോൻ മാത്രം പറഞ്ഞു എന്നല്ല. ഫിറോനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഹാമാനും ഹാറൂനും ഒക്കെ ഒരേ സ്വരത്തില് അവരുടെ ഉദ്യോഗസ്ഥന്മാർക്കും അവരെ ഗവനിക്കുന്നവരായ നാട്ടിലെ പ്രമാണിമാർക്കും ഒക്കെ ആയിട്ട് കൊടുത്ത നിർദ്ദേശം ഇതാണ്: ഉഖ്തുലു അബ്നാ അല്ലദീന ആമനു, വിശ്വാസികളായി മാറുന്ന ആളുകളുടെ മക്കളെ, ആൺമക്കളെ കൊന്നൊടുക്കുക. ആമനു മഅഹു എന്നാണ്. അദ്ദേഹത്തോടൊപ്പം, മൂസാ അലൈഹി ഇസ്ലാമിനോടൊപ്പം ആ വിശ്വാസ സരണിയിലേക്ക് പ്രവേശിക്കാൻ സന്നദ്ധരായവരുടെ മക്കളെ. ബനു ഇസ്രായേലിനെയാണ് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ വിമോചകനായിട്ടാണ് മൂസാ അലൈഹി ഇസ്ലാം എത്തുന്നത്. അള്ളാഹു നിർദ്ദേശിച്ചത് പ്രകാരം അവരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്ന ഫിറഔന്റെ അടുക്കലേക്ക് ആദ്യം കാര്യം പറയാൻ ചെന്നു എന്നത് സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രക്രിയ എന്നുള്ള നിലക്ക് അള്ളാഹു നിർദ്ദേശിച്ചൊരു കാര്യം നിർവഹിക്കലാണ്. മൂസാ അലൈഹി ഇസ്ലാമിന്റെ മുഖ്യമായ ദൗത്യം ബനു ഇസ്രായേൽ സമൂഹത്തെ വിമോചിപ്പിക്കുക എന്നതാണ്. പക്ഷെ അതിന് ഒരു വഴിപിരിയലിന്റെ ഘട്ടം വരെ പൊതുസമൂഹത്തോട്, വിശേഷിച്ച് അവിടെ അധികാരം കൈയാളുന്ന ബനു ഇസ്രായേൽ സമൂഹത്തെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്ന ആളുകളുടെ തലതൊട്ടപ്പനായ ഫിറോവിന്റെ അടുക്കൽ ചെന്ന് കാര്യം പറയാൻ അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് മൂസാ അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ട് ഫിറോവിനും ഹാമാനും ഖാറൂനും പറയുന്നത് ജനങ്ങളോടായിട്ട്: ഉഖ്തുലു അബ്നാ അല്ലദീന ആമനു മഅഹു, ഇദ്ദേഹത്തോടൊപ്പം വിശ്വാസം ഉൾക്കൊണ്ട് ആ സരണിയിൽ നീങ്ങിയ ആളുകളുടെ ആൺമക്കളെ കൊന്നുകളയുക. വസ്തഹിയു നിസാഅഹും, അവരിലെ പെണ്ണുങ്ങളെ വെറുതെ വിടുകയും ചെയ്യുക, ജീവിക്കാൻ വിടുകയും ചെയ്യുക. അല്ലെങ്കിൽ അവരെ ആണുങ്ങളെ കൊന്നൊടുക്കിയ അവസ്ഥയിലുള്ള അപമാനം പേറിക്കൊണ്ട് അപമാനിതരായിട്ട് ജീവിക്കാൻ വിടുകയും ചെയ്യുക. ഇതാണ് നിർദ്ദേശം. യഥാർത്ഥത്തിൽ അതൊരു പുതിയ നിർദ്ദേശമായിരുന്നില്ല. മൂസാ അലൈഹി ഇസ്ലാമിന്റെ ശൈശവത്തിന്റെ ഘട്ടത്തിൽ തന്നെ ഈജിപ്തില് ബനു ഇസ്രായേൽ സമൂഹത്തില് പിറന്നു വീഴുന്ന ആൺമക്കളെ തെരഞ്ഞ് പിടിച്ച് കൊന്നുകളയുന്ന ഒരു സംഗതി, ഒരു ക്യാമ്പയിൻ നടന്നു വരികയാണ്. മൂസാ അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിന്റെ നടപടികളിലൂടെയായിട്ട്
ഇടപെടലിലൂടെയായിട്ട് വളരെ അത്ഭുതകരമായ രീതിയിൽ അള്ളാഹു ആ ക്യാമ്പയിനിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ വിശദമായിട്ട് ഈ സംഭവങ്ങൾ വിവരിച്ചത് നമ്മൾ നേരത്തെ വായിച്ചിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മായോട് കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കി അരുവിയിൽ ഒഴുക്കാൻ പറഞ്ഞതും, അരുവിയിലൂടെ അത് ഒഴുകി പോകുമ്പോ ഫിറൗനും ഭാര്യയും തീരത്ത് അത് കാണാനിടയാവുകയും ആ കുഞ്ഞിനെ ആ പെട്ടി എടുത്തു നോക്കിയപ്പോ അതില് വലിയ ആകർഷകത്വമുള്ള ഒരു കുഞ്ഞിനെ കാണാനിടയായി. ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി വളർത്താമെന്ന് ഫിറൗന്റെ പത്നി ആവശ്യപ്പെടുകയും ഫിറൗൻ അതിന് വശംവദനാവുകയും ചെയ്ത കാര്യങ്ങളൊക്കെ. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാം ബാല്യം ഫിറൗന്റെ കൊട്ടാരത്തില് ചെലവഴിക്കുകയും ഒരു യുവാവായി മുതിർന്നു വന്ന ഒരു ഘട്ടത്തില് അദ്ദേഹം രണ്ടാളുകൾ തമ്മിൽ നടന്ന ഒരു ശണ്ടയിൽ ഇടപെട്ട് ഖിബ്തി വംശത്തിൽപ്പെട്ട ഒരാള് മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രഹരമേറ്റ് മരിച്ചു പോവുകയും അതിനെ തുടർന്ന് മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന് എതിരില് നടപടികൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ചിലര് താക്കീത് നൽകിയപ്പോ ആ താക്കീത് ഉൾക്കൊണ്ടുകൊണ്ട് നാട് വിട്ടുപോവുകയും ചെയ്യാണ്. അങ്ങനെയാണ് 8-10 വർഷങ്ങള് മദിയനിൽ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ അടുക്കല് അദ്ദേഹത്തിന്റെ ഒരു മകളെ വിവാഹം ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്നതും ആ നിർണിത കാലം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മൂസ അലൈഹി ഇസ്ലാം സകുടുംബം ഈജിപ്തിലേക്ക് മടങ്ങുകയൊക്കെ ചെയ്യുന്നത്. ആ ഘട്ടത്തില് ആ മടക്കയാത്രയിലാണ് മൂസ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ദൈവിക വെളിപ്പാട് നൽകിക്കൊണ്ട് അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിച്ച കാര്യം അറിയിക്കുന്നതും ഫിറോവിന്റെയും ഈ ആമാൻ ഹാറൂൻ പോലെയുള്ളവരുടെയും അടുക്കലേക്ക് കടന്നു ചെല്ലാൻ, അവരോട് അള്ളാഹുവിന് വഴിപ്പെട്ടവരായി മാറാൻ ആവശ്യപ്പെടാനൊക്കെ നിർദ്ദേശിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഈ തങ്ങളുടെ അധികാരം നഷ്ടപ്പെടും, മൂസ അലൈഹി ഇസ്ലാം തങ്ങൾ നിലകൊള്ളുന്ന ഈ അധികാര സംവിധാനങ്ങളെ തകിടം മറിക്കും എന്നൊക്കെ ആശങ്കപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ വകവരുത്താനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമുദായത്തെ ദുർബലമാക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാനാണ് ഈ കൂട്ടര് നിർദ്ദേശം നൽകുകയുണ്ടായത്. ഓർക്കേണ്ടത്, ബനു ഇസ്രായേൽ സമൂഹത്തിൽ ആൺമക്കളെ കൊന്നൊടുക്കുന്ന പദ്ധതിയില് ബനു ഇസ്രായേൽ സമൂഹത്തിന്റെ തന്നെ ഭാഗമായിരുന്ന ആ സമുദായത്തിലെ അംഗമായിരുന്ന ഹാറൂനും ഫിറൗനെ പിന്തുണക്കുകയാണ് ഉണ്ടായത് എന്നതാണ് ഇവിടെ വളരെ ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യം. ഈ ഒരു പ്രവണത നമ്മുടെയൊക്കെ രാജ്യത്തെയും നമ്മുടെയൊക്കെ പോലെയുള്ള സാഹചര്യങ്ങളിലും ഉണ്ടാവാം. ചില താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സ്വന്തം സമുദായത്തെ വരെ ഒറ്റുകൊടുക്കുകയും സമുദായത്തിലെ മർദ്ദനവും പീഡനവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഭരണകൂട ഭീകരതയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യത്തില് വേണ്ട പരിഗണനയോ ശ്രദ്ധയോ നൽകാതെ അവരെ ആ വിധത്തില് ചവിട്ടി മെതിക്കപ്പെടുന്ന അവസ്ഥയിൽ ഇട്ടേച്ച് പോവുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ആ മർദ്ദന സംഗതികളെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളുകള് സമുദായത്തിനകത്ത് തന്നെ ഉണ്ടാകും. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ ഹാറൂൻ. ഞാൻ സൂചിപ്പിച്ചുവല്ലോ. അപ്പൊ ഫിറൗൻ ഇവിടെ പറയുകയുണ്ടായത് ഉഖ്തുലു അബ്നാ അല്ലദീന ആമനൂ മഅഹു. ഫിറൗൻ മാത്രമല്ല, ഫിറൗനെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഇവരൊക്കെയും തന്നെ ഖാലു എന്ന ബഹുവചന രൂപമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഫലമ്മ ജാഅഹും ബിൽ ഹഖ് മിൻ ഇൻദിന, നമ്മുടെ പക്കൽ നിന്നുള്ള സത്യസന്ദേശവുമായിട്ട് മൂസ അലൈഹി ഇസ്ലാം അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്നപ്പോ അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഉഖ്തുലു അബ്നാ അല്ലദീന ആമനൂ മഅഹു. അത് സൂചിപ്പിക്കുന്നത് ചില ആളുകളൊക്കെ, വിശേഷിച്ച് ബനു ഇസ്രായേൽ സമുദായത്തിലെ ചില ആളുകളൊക്കെ മൂസ അലൈഹി ഇസ്ലാമിനോടൊപ്പം കൂടാൻ സന്നദ്ധരായി, അവര് വിശ്വാസമാർഗം ഉൾക്കൊള്ളാൻ സന്നദ്ധരായി എന്നതാണല്ലോ. അതിന്റെ മുമ്പായിട്ട് ചില സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചത് സിഹ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാഹിറുകളെ ഒരുമിച്ച് കൂട്ടി മൂസ അലൈഹി ഇസ്ലാമിന്റെ ഈ മുഅ്ജിസത്തിനെ വെല്ലുവിളിക്കാനുള്ള
ഒരു ശ്രമം ഫിറോൻ നടത്തി. അതിനെ തുടർന്ന് സാഹിറുകൾക്ക് ബോധ്യപ്പെട്ടു ഇത് മൂസ അലൈഹി ഇസ്ലാം കാണിച്ചത് സിഹറല്ല, ദൈവികമായ മുഅ്ജിസത്താണ് എന്നത്. അവര് ആ സ്പോട്ടിൽ തന്നെ വിശ്വാസം പ്രഖ്യാപിക്കുകയുണ്ടായി എന്നതും വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ മൂസ അലൈഹി ഇസ്ലാമിൽ വിശ്വാസം ഉൾക്കൊള്ളാൻ സാഹിറുകളും ബനു ഇസ്രായേൽ സമൂഹത്തിലെ പലരും സന്നദ്ധരായി, അവര് സംഘടിതരായി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഫിറോവിനും അയാളെ പിന്തുണച്ചിരുന്ന ആളുകളും ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ആയിട്ട് നിർദ്ദേശം നൽകുന്നത്. ഉഖ്തുലു അബ്നാ അല്ലദീന ആമനൂ മഅഹു, അദ്ദേഹത്തോടൊപ്പം വിശ്വാസ സരണിയിൽ പ്രവേശിച്ചിരിക്കുന്ന ആളുകളുടെ മക്കളെ, ആൺമക്കളെ നിങ്ങൾ കൊന്നുകളയുക. വസ്തഹിയു നിസാഅഹും, അവരുടെ പെണ്ണുങ്ങളെ ജീവിക്കാൻ അനുവദിച്ച് വിട്ടേക്കുക, അല്ലെങ്കിൽ അവരെ അപമാനിതരാക്കുക. ഈ ഇസ്തഹിയു എന്നതിൽ രണ്ടും അടങ്ങിയിട്ടുണ്ട്. ഹയാത്ത് എന്ന ജീവിക്കാൻ അനുവദിക്കുക എന്നൊരർത്ഥമുണ്ട്. ഹയാ എന്നത് നാണം കെടുത്തുക എന്ന ഒരർത്ഥമുണ്ട്. അപ്പോ ഒരു സമൂഹത്തിലെ ആണുങ്ങളെ മുഴുവൻ അങ്ങ് കൊന്നൊടുക്കി കഴിഞ്ഞാൽ പിന്നെ സംരക്ഷണമില്ലാത്ത പെണ്ണുങ്ങളായി അവരെ ഏത് വിധത്തിലും ചൂഷണം ചെയ്യുന്നതും അവരെ അടിമതുല്യമായി കൈകാര്യം ചെയ്യുന്നതും അവരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതും ഒക്കെ ഉൾപ്പെടുന്ന വിധത്തിലാണ് ഈ അവരെ അപമാനിതരാക്കുന്നതും അതുപോലെ അവരെ ജീവിക്കാൻ വിടുന്നതും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഈ നിർദ്ദേശം എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. വമാ കൈദുൽ കാഫിരീന ഇല്ല ഫി ളലാൽ എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. നിഷേധികളുടെ തന്ത്രം അത് പരാജയോന്മുഖമാണ്, അല്ലെങ്കിൽ പിഴച്ചതാണ് എന്നാണ്. രണ്ടർത്ഥ സാധ്യതകളുണ്ട്. കുഫാറുകളായ ഫിറഔൻ, ഹാമാൻ, ഖാറൂൻ തുടങ്ങി അവരെ പിന്തുണക്കുന്ന ആളുകൾ അവര് പയറ്റിയ തന്ത്രം ബനു ഇസ്രായേൽ സമൂഹത്തിലെ ആണുങ്ങളെ കൊന്നു തീർക്കുക, അല്ലെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിനെ പിന്തുണയ്ക്കാൻ സന്നദ്ധരായി വന്നവരുടെ ആൺമക്കളെ കൊന്നുകളയുകയും പെണ്ണുങ്ങളെ ജീവിക്കാൻ വിടുകയും ചെയ്യാം. ഇത് ആണ് അവര് സ്വീകരിച്ച തന്ത്രം. ഇതും ഇതുപോലെയുള്ള പല തന്ത്രങ്ങളും അതായിരുന്നു അവരുടെ കൈത്, അവര് പയറ്റിയ തന്ത്രം. അത് ഇല്ലാ ഫീ ളലാൽ, അത് ലലാലത്തിലാണ്. എത്ര തന്നെ ഫലമുളവാക്കാൻ കഴിയുന്നതാണെങ്കിലും അത് ആത്യന്തികമായിട്ട് അവർക്ക് മാർഗഭ്രംശവും പരാജയവും മാത്രമേ നൽകുള്ളൂ. ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ തന്ത്രം തന്നെ പരാജയമായിരിക്കും. അള്ളാഹു ഈ രണ്ട് കാര്യവും സൂചിപ്പിക്കുന്നുണ്ട് ഈ വാക്യത്തില് എന്ന് മനസ്സിലാക്കാം. ഒമാ ഖൈദുൽ കാഫിരീന, നിഷേധികളുടെ ഈ തന്ത്രമുണ്ടല്ലോ, ഇല്ലാ ഫി ളലാൽ, അത് പരാജയോന്മുഖമാണ്, അതുപോലെ മാർഗഭ്രംശം മാത്രം അടങ്ങിയതുമാണ്. തെറ്റായ വഴിയിലാണ് ഒരാൾ സഞ്ചരിക്കുന്നതെങ്കിൽ എത്ര സാമർത്ഥ്യം കാണിച്ചിട്ട് എന്താ, ചെന്ന് ചാടാനിരിക്കുന്നത് നരകക്കുഴിയിലാണ്. വലിയ സാമർത്ഥ്യം കാണിച്ച്, നിഗളിപ്പ് കാണിച്ച്, അധികാരം കാണിച്ചൊക്കെ അതിഭീകരമായ ഒരു സീന് സൃഷ്ടിച്ചുകൊണ്ട് വളരെ കരുത്ത് കാണിച്ച് മുന്നേറുന്നുണ്ടാവും ഒരാൾ. എന്നിട്ട് ചെന്ന് ചാടുന്നത് നരകത്തിലേക്കാണെങ്കിൽ അവരുടെ കൈത്, അവരുടെ ആ തന്ത്രവും കഴിവും പ്രാഗൽഭ്യമൊക്കെ പ്രകടിപ്പിച്ചതിന്റെ ഫലം എന്തായി? അത് വെറും മാർഗഭ്രംശവും അത് കാരണമായിട്ടുള്ള ഏറ്റവും ദുരന്തപൂർണമായ ആക്ഷേപത്തും മാത്രമായിരിക്കും. അതാണ് ഒരു സൂചന. രണ്ടാമത്തത്, ഈ തന്ത്രം തന്നെ വളരെ ഫൂളിഷായ സംഗതിയാകും. ഇപ്പോ മൂസ അലൈഹി ഇസ്ലാമിനെ വകവരുത്തി കളയാം, അല്ലെങ്കിൽ ഫിറൗന്റെ അന്തകനായിട്ട് രംഗത്ത് വരാൻ ഇടയുണ്ട് എന്ന് അവര് ഭയപ്പെട്ടിരുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നതോടുകൂടി തന്നെ ആ കുഞ്ഞിനെ കഥ കഴിച്ച് കളയണം എന്ന് കരുതിക്കൊണ്ട് പുറപ്പെട്ട ആളുകളാണല്ലോ. അവര് തുടക്കത്തിൽ ചെയ്ത എത്രയോ പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. എത്രയോ പിഞ്ചു മക്കളെ കൊന്നൊടുക്കിയത് ഈ മൂസ എന്ന പേര് നൽകപ്പെടുന്ന ഒരു ബാലനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടാണ്. പക്ഷെ അത് മാത്രം നടന്നില്ല. ബാക്കി ആയിരക്കണക്കിന് മക്കളെ കൊന്നൊടുക്കിയിട്ടുണ്ടാവും. ഇത് അവരുടെ തന്ത്രം എത്ര ദുർബലവും നിഷ്ഫലവുമായിരുന്നു എന്നതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോ ബനു ഇസ്രായേൽ സമൂഹത്തില് മൂസ അലൈഹി സ്വലാമിനെ പിന്തുണക്കാനായി രംഗത്ത് വന്ന ആളുകളെ, അവരിൽ ആണുങ്ങളെ, ആൺമക്കളെ കൊന്നുകളയുക, പെണ്ണുങ്ങളെ
അപമാനിതരാക്കി വിടുക എന്നൊക്കെ പറയുന്ന കാര്യം ഇവര് കരുതുന്നുണ്ടാകും അത് അവർക്ക് വലിയ കരുത്ത് പകരുന്ന ഒരു സംഗതിയായിരിക്കും, ശത്രുക്കളെ ദുർബലപ്പെടുത്തും എന്നൊക്കെ. അതൊക്കെ അവരുടെ വളരെ വ്യാജമായ അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായ ചില കണക്കുകൂട്ടലാണ്. ഇപ്പൊ ബനു ഇസ്രായേൽ പിൽക്കാലത്ത് ഇപ്പൊ നമ്മുടെ കാലഘട്ടത്തില് ബനു ഇസ്രായേലിന്റെ പിന്മുറക്കാരായ ഇന്നത്തെ ഇസ്രായേൽ സമൂഹം, ഇസ്രായേൽ രാഷ്ട്രം, നെതന്യാഹുവിന്റെ ഒക്കെ ആളുകള് അവിടുത്തെ ഫലസ്തീൻ മക്കളെ നിരന്തരമായിട്ട് കൊന്നു തീർക്കുകയാണല്ലോ. പക്ഷെ കഴിഞ്ഞ ഒരു 75 വർഷത്തിലേറെയായിട്ട് ഫലസ്തീൻ മക്കളെ കൊന്നു തീർത്തിട്ട് അവര് ഒരു വംശം എന്ന നിലക്ക് ഇല്ലാതായി പോവുകയല്ല ചെയ്തിട്ടുള്ളത്. അള്ളാഹു അതിന് മറുതന്ത്രം പയറ്റുന്നുണ്ട്. അവരുടെ വംശം കുറ്റിയറ്റു പോകാതെ ബനു ഇസ്രായേൽ സമൂഹത്തിന് അവരുടെ കൊടുംചതി ഒക്കെയുള്ള മറുപടി നൽകിക്കൊണ്ട് അവരുടെ എല്ലാ വഴിവിട്ട സഞ്ചാരത്തിനും ശല്യം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രത്തിന് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഫലസ്തീനികള് എണ്ണത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവരുടെ തന്ത്രം ഫലപ്രദമായില്ല എന്നതാണല്ലോ അത് കാണിക്കുന്നത്. ഇതേപോലെയാണ് ഇവര് ചരിത്രത്തിന്റെ പിന്നിട്ട ഒരു ഘട്ടത്തില് ഈ സമൂഹം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ പാരമ്പര്യം ക്ലെയിം ചെയ്യുന്ന ഇസ്രായേൽ സമൂഹം ഉണ്ടല്ലോ, അവരുടെ പൂർവികര് ഫിറൗന്റെ കിരാത ഭരണത്തിന് കീഴില് ഞെരിഞ്ഞമർന്നിരുന്ന ഒരു കാലത്തെ അള്ളാഹുവിടെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. ഫിറൗൻ അന്ന് പയറ്റിയ തന്ത്രങ്ങള് ഒട്ടും ഫലപ്രദമായില്ല, ഒട്ടും പ്രയോജനമുള്ളതായില്ല എന്ന്. അത് പ്രയോജനമുള്ളതായില്ല എന്നത് ഭൗതിക ലോകത്തുള്ള ഒരു ഫലമാണെങ്കിൽ ആ തന്ത്രം പയറ്റുക വഴി അവര് വലിയ ദുരന്തത്തിലേക്ക് ചെന്ന് പതിക്കുകയാണ് ഉണ്ടായത് എന്നുകൂടി ഈ പ്രയോഗത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്പം നീണ്ടുപോയി, ക്ഷമിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.